ഹായ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചോദ്യം എന്താണ്? എങ്ങനെ കൂടുതൽ സന്തോഷത്തോടെ, ആരോഗ്യത്തോടെ, സമൃദ്ധിയോടെ ജീവിക്കാൻ സാധിക്കും? അല്ലേ? ഈ ചോദ്യത്തിന് ഉത്തരം നൽകിയ, ലോകമെമ്പാടും 30 ദശലക്ഷത്തിലധികം കോപ്പികൾ വിറ്റഴിഞ്ഞ റോണ്ട ബൈൻ എഴുതിയ ദി സീക്രട്ട് എന്ന പുസ്തകമാണ് ഇന്ന് നമ്മുടെ വിഷയം. ഇതൊരു സാധാരണ ബുക്ക് റിവ്യൂ അല്ല, മറിച്ച് നമ്മുടെ ചിന്തകളെ എങ്ങനെ നമ്മുടെ ഭാഗധേയം നിർണ്ണയിക്കാൻ ഉപയോഗിക്കാമെന്ന് പഠിപ്പിക്കുന്ന ഒരു മാനിഫെസ്റ്റേഷൻ വർക്ക്ഷോപ്പാണിത്. ഈ വീഡിയോയിൽ ഈ പുസ്തകത്തിലെ ഏറ്റവും ശക്തിയേറിയ 5 രഹസ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടും. ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്ക് തുടങ്ങാം. സുഹൃത്തുക്കളെ, ദി സീക്രട്ട് പറയുന്ന ഏറ്റവും വലിയ രഹസ്യം ആകർഷണ നിയമമാണ്, ലോ ഓഫ് അട്രാക്ഷൻ. നമ്മുടെ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ നിയമമാണിത്. 2500 വർഷങ്ങൾക്ക് മുൻപ് മുതൽക്കേ മഹാന്മാർക്ക് അറിയാമായിരുന്ന സത്യം. ഈ നിയമം വളരെ ലളിതമാണ്. സമാനമായതിനെ ആകർഷിക്കുന്നു. നിങ്ങളുടെ ചിന്തകൾ ഒരു കാന്തിക ശക്തി പോലെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ ആ ചിന്തകളുമായി ഒത്തുപോകുന്ന കാര്യങ്ങളെയും അനുഭവങ്ങളെയും നിങ്ങൾ ജീവിതത്തിലേക്ക് വലിച്ചെടുപ്പിക്കും. നിങ്ങൾ എപ്പോഴും കടബാധ്യതയെക്കുറിച്ചോർത്ത് വിഷമിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ കടത്തെയാണ് ആകർഷിക്കുന്നത്. നിങ്ങൾ എപ്പോഴും ആരോഗ്യത്തെക്കുറിച്ചും ഉണർവിനെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ നിങ്ങൾ ആരോഗ്യത്തെ ആകർഷിക്കുന്നു. പ്രധാന പോയിന്റ് ഇതാണ്: പ്രപഞ്ചത്തിന് ഞാനിത് ആഗ്രഹിക്കുന്നില്ല എന്ന നെഗറ്റീവ് വാക്കുകൾ മനസ്സിലാവില്ല. നിങ്ങൾ എന്തിൽ ശ്രദ്ധിക്കുന്നുവോ അതാണ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പഠിക്കണം. ഇത്രയും ശക്തമായ ആകർഷണ നിയമം എങ്ങനെ പ്രായോഗികമായി ഉപയോഗിക്കാം? അതിനായി റോണ്ട ബൈൻ 3 ലളിതമായ ഘട്ടങ്ങൾ പഠിപ്പിക്കുന്നു. ചോദിക്കുക, വിശ്വസിക്കുക, സ്വീകരിക്കുക. 1. ചോദിക്കുക. ആസ്ക്. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് പ്രപഞ്ചത്തോട് വ്യക്തമാക്കുക. ഇത് ഒരു കടയിൽ പോയി ഓർഡർ നൽകുന്നത് പോലെയാണ്. എന്തെങ്കിലും പണം വേണം എന്നല്ല പറയേണ്ടത്. ഈ മാസം 5 ലക്ഷം രൂപ എന്റെ വരുമാനമായിരിക്കും എന്ന് തീയതിയോടുകൂടി കൃത്യമായി തീരുമാനിക്കുക. അത് ഒരു കടലാസിൽ എഴുതുക. ഒരു വിഷ്വലൈസേഷൻ ബോർഡിൽ ചിത്രം വെക്കുക. വ്യക്തതയാണ് പ്രധാനം. 2. വിശ്വസിക്കുക. ബിലീവ്. ഇതാണ് ഏറ്റവും നിർണായകമായ ഘട്ടം. നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞുവെന്ന് 100% വിശ്വസിക്കുക. സംശയത്തിനോ ആശങ്കകൾക്കോ അവിടെ ഇടമില്ല. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ വിശ്വാസത്തിനെതിരാണെങ്കിൽ അത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷനെ തടസ്സപ്പെടുത്തും. നിങ്ങളൊരു മെഷീനിലേക്ക് ഇൻപുട്ട് നൽകി ഔട്ട്പുട്ട് വരുമെന്ന് ഉറപ്പുള്ളതുപോലെ വിശ്വസിക്കുക. 3. സ്വീകരിക്കുക. റിസീവ്. നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് സങ്കൽപ്പിച്ച് സന്തോഷിക്കുക. നിങ്ങളുടെ സ്വപ്നത്തിലുള്ള കാർ ലഭിച്ചാൽ നിങ്ങൾ എത്രത്തോളം ആഹ്ലാദിക്കുമോ ആ ആനന്ദം ഇപ്പോൾ തന്നെ അനുഭവിക്കുക. ആ പുതിയ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന സംതൃപ്തി ഇപ്പോൾ തന്നെ ഫീൽ ചെയ്യുക. ഈ നല്ല വികാരമാണ് പ്രപഞ്ചത്തിലേക്കുള്ള ഏറ്റവും ശക്തമായ ഫ്രീക്വൻസി. നിങ്ങൾ സ്വീകരിക്കുന്നതിന്റെ ഫ്രീക്വൻസിയിലെത്തുമ്പോൾ ആകർഷണ നിയമം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. വിശ്വാസത്തെയും സ്വീകരിക്കലിനെയും ശക്തിപ്പെടുത്തുന്ന ഒരു ടൂളാണ് ദൃശ്യവൽക്കരണം, വിഷ്വലൈസേഷൻ. നിങ്ങളുടെ കണ്ണടച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം ഇപ്പോൾ യാഥാർത്ഥ്യമായതായി കാണുക. നിങ്ങൾ ഒരു 100 നില കെട്ടിടം പണിയുമ്പോൾ ആദ്യം അതിന്റെ ഡിസൈൻ കാണുന്നതുപോലെയാണിത്. നിങ്ങളൊരു പുതിയ വീടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന്റെ വാതിൽ തുറക്കുന്നത്, അതിന്റെ മണം, അതിലെ സാധനങ്ങൾ എല്ലാം 5 ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് അനുഭവിക്കുക. എന്തുകൊണ്ട് വിഷ്വലൈസേഷൻ പ്രധാനം? കാരണം നമ്മുടെ ഉപബോധ മനസ്സിന് യാഥാർത്ഥ്യവും ഭാവനയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ കഴിയില്ല. നിങ്ങൾ തുടർച്ചയായി വിഷ്വലൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് അത് ഒരു യാഥാർത്ഥ്യമായി സ്വീകരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും പ്രേരിപ്പിക്കുകയും ചെയ്യും. ഈ വികാരമാണ് നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് അയക്കുന്ന ഏറ്റവും ശക്തമായ സിഗ്നൽ. നമ്മുടെ മാനിഫെസ്റ്റേഷൻ പ്രക്രിയയുടെ വേഗത കൂട്ടുന്ന ഏറ്റവും ലളിതമായ വഴി നന്ദി പറയൽ, ഗ്രാറ്റിറ്റ്യൂഡാണ്. നിങ്ങൾ എന്തിലെങ്കിലും നന്ദിയുള്ളവരായിരിക്കുമ്പോൾ നിങ്ങൾ എനിക്കിതുണ്ട് എന്ന ഒരു ഫ്രീക്വൻസിയിലേക്കാണ് ഉയരുന്നത്. കുറവുകൾക്ക് പകരം ഉള്ള നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നു, നിനക്കിത് ഇഷ്ടപ്പെട്ടല്ലേ, എങ്കിൽ ഇതിനേക്കാൾ കൂടുതലെടുത്തു. നിങ്ങളൊരു നന്ദി ഡയറി സൂക്ഷിക്കുക. ദിവസവും നിങ്ങൾ നന്ദിയുള്ള 10 കാര്യങ്ങൾ എഴുതുക. നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങൾക്ക് ലഭിച്ച ഭക്ഷണം, ചെറിയ കാര്യങ്ങൾ പോലും എഴുതുക. ഉറങ്ങുന്നതിനു മുൻപ് അന്നത്തെ ഏറ്റവും നല്ല കാര്യത്തിന് നന്ദി പറഞ്ഞു കിടക്കുക. നന്ദി പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ മാന്ത്രികമായ മാറ്റങ്ങൾ കൊണ്ടുവരും. കാരണം അത് നിങ്ങളുടെ ചിന്തകളെ നിഷേധാത്മകതയിൽ നിന്ന് മാറ്റി പോസിറ്റീവിലേക്കും സമൃദ്ധിയിലേക്കും ഉടൻ മാറ്റുന്നു. ദി സീക്രട്ട് എന്നത് വെറും സ്വപ്നം കാണൽ മാത്രമല്ല, പ്രവൃത്തിയുടെ നിയമം കൂടിയാണ്. നിങ്ങൾ ചോദിച്ചു, വിശ്വസിച്ചു, വിഷ്വലൈസ് ചെയ്തു. ഇനി പ്രപഞ്ചം നിങ്ങൾക്ക് അവസരങ്ങൾ നൽകും. ഈ അവസരങ്ങളെയാണ് പ്രചോദിതമായ പ്രവർത്തനം, ഇൻസ്പയർഡ് ആക്ഷൻ എന്ന് വിളിക്കുന്നത്. ഒരു പുതിയ കോഴ്സ് പഠിക്കാനുള്ള തോന്നൽ, ഒരു പ്രത്യേക വ്യക്തിയെ വിളിക്കാനുള്ള തോന്നൽ, ഒരു പുതിയ ആശയം മനസ്സിൽ വരുന്നത്, ഇതൊക്കെ പ്രപഞ്ചം നിങ്ങൾക്കായി തുറക്കുന്ന വാതിലുകളാണ്. ഈ വാതിലുകൾ തുറക്കുമ്പോൾ ഒരു മടിയും കൂടാതെ അതിലൂടെ നടക്കുക. ഈ പ്രവർത്തനങ്ങൾ ഒരിക്കലും ബുദ്ധിമുട്ടുള്ളതോ ഭാരമുള്ളതോ ആയി തോന്നില്ല.
കാരണം ഇത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുന്ന സന്തോഷകരമായ പ്രവർത്തനങ്ങളായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് അവസരങ്ങൾ കാണുക, തോന്നലുകൾ ശ്രദ്ധിക്കുക, പ്രവർത്തിക്കുക. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് ലോകത്തെ മാറ്റിമറിച്ച ദി സീക്രട്ട്. ആകർഷണ നിയമം: ചോദിക്കുക, വിശ്വസിക്കുക, സ്വീകരിക്കുക, വിഷ്വലൈസേഷൻ, നന്ദി പറയൽ, പ്രചോദിതമായ പ്രവർത്തനം. ഈ 5 രഹസ്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതം മാറ്റിയെഴുതാനുള്ള ശക്തി നിങ്ങളുടെ കയ്യിലുണ്ട്. ഇതൊരു മാജിക് അല്ല, പ്രപഞ്ചത്തിന്റെ നിയമമാണ്. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ വിധി. ഈ അറിവ് ഉപയോഗിച്ച് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക, നിങ്ങളുടെ അനുഭവങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. പുതിയൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.